അവരുടെ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ പഠിക്കാൻ തുടങ്ങി. അവരുടെ മാതിരിയുള്ള സ്വഭാവങ്ങൾ, ചുരുക്കം പറഞ്ഞാൽ അമ്മ അച്ഛൻ എന്നുള്ളത് വിട്ട് നമ്മൾ ഡാഡി മമ്മി എന്നൊക്കെ ആക്കി തുടങ്ങി. ഒരു അർത്ഥശൂന്യമായിട്ട് ഡാഡി അമ്മി എന്ന് പറയുമ്പോൾ എന്താ ഇൻസ്പിറേഷൻ ഉള്ളത്? അതേ സമയത്ത് അമ്മ അല്ലേ, ഏതൊരു ശാസ്ത്രവും ഏതൊരു വേദവും ഏതൊരു അറിവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സുഭാഷിതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. അമ്മ അച്ഛൻ അതിനെയൊക്കെ വിട്ടിട്ട് നമ്മുടെ ഡാഡി മമ്മി എന്നൊക്കെ ഒരു അർത്ഥശൂന്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ബന്ധങ്ങളെയൊക്കെ ഉണർത്തിയെടുത്തത്. അങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ ഭാരതത്തിലെ ആൾക്കാര് നമ്മളെ ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിവേകാനന്ദ സ്വാമിയുടെ അവിടെയുള്ള പുറപ്പാട്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇവിടെ ഇത് ഇന്ന് ഒരു അടിമ രാജ്യമാണ്, ഇംഗ്ലണ്ടിന്റെ അടിമത്തത്തിലിരിക്കുകയാണ് ഭാരതം. അപ്പൊ ഇവിടെ നിന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വേണ്ട, അവരെ എന്നെ പിടിച്ച് ജയിലിടും, അല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അമേരിക്കയിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ ഭാരതത്തിനോട് സംസാരിക്കും. ഹേ ഭാരതീയരെ, നിങ്ങൾ ഉണരുവേൻ, നല്ല കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ കയ്യിൽ ആ കഴിവുണ്ട് ഈ കഴിവുണ്ട് എന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് പറയുന്ന മാതിരി പറഞ്ഞ് എന്റെ നാട്ടുകാരെ മുഴുവനും ഞാൻ ഉണർത്തും. എന്നിട്ട് അദ്ദേഹം കന്യാകുമാരിയുടെ നടയിൽ പോയിട്ട് നല്ലൊരു പ്രാർത്ഥന ചെയ്യും. ഞങ്ങള് പട്ടുചേച്ചി ഞാനൊക്കെ എപ്പോഴും ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. സദാശിവാം ത്വാം കരയാമി സാദരം കുമാരികാം സർവചരാചരാത്മികാം ദദാത്മനുജ്ഞാം ഭവദീയ വൈഭവ പ്രകീർത്തനായം ബദിഗന്ധരേഷു മേ. അമ്മേ ശ്രീപാർവതി, അവങ്ങളുടെ ഭൈരവത്തെ പറ്റിയിട്ട് ആ സാക്ഷാൽ പരമേശ്വരിയുടെ വൈഭവം ഉണ്ടല്ലോ, ജഗന്മാതൃ സ്വരൂപിണിയായിട്ട്, ശക്തി സ്വരൂപിണിയായിട്ട്, ജ്ഞാനസ്വരൂപിണിയായിട്ട്, കൈവല്യമൂർത്തിയായിട്ടിരിക്കുന്ന അമ്മയെ പറ്റിയിട്ട് എനിക്ക് ലോകത്തിലെ എല്ലാവരോടും പറയണം. എന്താണ് പറയാനുള്ളത്? നമ്മളെല്ലാവരും വസുധൈവ കുടുംബകം, നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്, നമ്മളെല്ലാവരും ബന്ധുക്കളാണ്. നമ്മളിങ്ങനെ അന്യോന്യം വെറുതെ തമ്മിൽ ജീവിതം നയിക്കാൻ പാടില്ല. നമ്മൾ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒന്നും ഇത് കാണിക്കാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും ഒന്നായി ചേരണം. ഇതൊക്കെ ഞാൻ അവിടെ പോയിട്ട് പറയും കേട്ടോ. അമ്മ അതിനെ എന്നെ അനുഗ്രഹിക്കണം എന്ന് കേട്ടപ്പോ എന്താ, അതൊരു കടലിലാണ്. കന്യാകുമാരി കടൽ തീരത്ത് നിന്ന് 50 മീറ്റർ അകലെ ശ്രീപാദപാറ എന്നുള്ള ഒരു പാറ. എന്താ അതിന് ശ്രീപാദപാറ എന്ന പേര് വരാൻ കാരണം? സാക്ഷാൽ കന്യാകുമാരി ദേവി ശിവനെ ഭർത്താവായി കിട്ടാനായിട്ട് ഒറ്റക്കാലമ്മല് തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ദേവിയുടെ പാദചിഹ്നം അവിടെയുണ്ട്. നല്ല ഭംഗിയില് പാറപ്പുറത്ത് തന്നെ കല്ലുണ്ട്, ഒരു ഭംഗിയുള്ള കാലടിയുണ്ട്. ശ്രീപാദപാറ എന്ന് അതിന് പേരും വന്നു. അപ്പോ അവിടെ ഇരുന്നിട്ടാണ് സ്വാമിജി ധ്യാനം ചെയ്തത്. അപ്പൊ അതിന്റെ മുമ്പില് കുറച്ച് നീങ്ങിയിരുന്ന് സ്വന്തം കണ്ണുകളെ ആ ശ്രീപാദപാറമേൽ വെച്ചുകൊണ്ടാണ് 3 ദിവസം വിവേകാനന്ദ സ്വാമികള് അവിടെ ഇരുന്ന് തപസ് ചെയ്തു. എന്താണ് തപസ്? എങ്ങനെയാണ് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന ഭാരതത്തിനെ ഉണർത്തേണ്ടത്? ഭാരതത്തിന്റെ ഒരു നല്ല പുത്രൻ എന്ന മാതിരി ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. അങ്ങനെ 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എനിക്ക് മനസ്സിലായി, ഇപ്പൊ എനിക്ക് മനസ്സിലായി ഭാരതത്തിനെ ഞാൻ എങ്ങനെയാ ഉണർത്തേണ്ടത് എന്ന്. ഉറങ്ങിക്കിടക്കുന്ന ഭാരതത്തിനെ ഉണർത്തണം. ഇങ്ങനെയാ ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാജ്യമല്ലേ, ആ രാജ്യം എങ്ങനെയാ ഉറങ്ങിക്കിടക്കുക? അതായത് രാജ്യത്തിലെ ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. അവരുടെ മഹത്വത്തിനെ പറ്റിയിട്ടും അവരുടെ അറിവിനെ പറ്റിയിട്ടും അവരുടെ കഴിവുകളെ പറ്റിയിട്ടും ഒന്നും ഒരാൾക്കും ഒരു വിവരമില്ല. എല്ലാവരും സുഖമേ സുഖം എന്ന് പറഞ്ഞ് കടന്നിങ്ങനെ ഉറങ്ങുക. അല്ല കള്ളുടിയന്മാരൊക്കെ വന്ന് കടന്ന് ഉച്ചയ്ക്ക് ഉറങ്ങണ മാതിരി, പകൽ രാത്രി ഉറങ്ങണ മാതിരി ഒരു ബോധമില്ലാതെ. അതേ സമയത്താണെങ്കിലോ നമ്മുടെ വിശേഷമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊള്ളടിച്ചുകൊണ്ട് പോവുകയാണ് വിദേശികൾ. ഇവിടെ നമുക്ക് ഒരു വിരോധമില്ല, നല്ല
കോഹിനൂർ മുതലായിട്ടുള്ള നമ്മുടെ രത്നങ്ങള്, മയൂരസിംഹാസനം, അങ്ങനെ ഒരുപാട് നമ്മുടെ നല്ല നല്ല കാര്യങ്ങളെല്ലാം ആയിരം നല്ല നല്ല ഭാരതീയമായിട്ടുള്ള നല്ല സ്ഥാനങ്ങളൊക്കെ അവർ കൊണ്ടുപോയി ഭാരതീയ കലകളെയൊക്കെ അവിടേക്ക് കയറ്റുമതി ചെയ്തു. അങ്ങനെ ഭാരതത്തിനെ അങ്ങനെ അവര് ഒന്നിനും കൊള്ളാത്തൊരു രാജ്യമാക്കി മാറ്റി. എനിക്ക് യാത്ര ചെയ്യാൻ ഒരു കാറ് വേണമെന്നോ, ഞാൻ ട്രെയിനിലെ യാത്ര ചെയ്യും, യാതൊന്നുമില്ല. സാധാരണക്കാരിലും സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. പക്ഷേ അദ്ദേഹം രൂപം കൊടുത്ത സ്ഥാപനമോ ഇന്ന് വിവേകാനന്ദ ശിലാസ്മാരകം ലോകോത്തരമായിട്ടുള്ള ഒരു സ്മാരകമായിട്ട് നിലകൊള്ളുകയാണ്. അതേമാതിരി വിവേകാനന്ദ കേന്ദ്രം എന്നുള്ള സേവന സ്ഥാപനത്തില് ആയിരം പേര് പലതരത്തിലുള്ള ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള സെന്റേഴ്സ് ഉണ്ട്. ചിലതിക്കല് ഹോസ്പിറ്റൽസ്, ചിലതിക്കല് സ്കൂളുകള്, ചിലതിക്കല് വേറെ ചില സ്ഥാപനങ്ങള്, ഇപ്പോഴത്തെ പുതിയ മാതിരിയുള്ള ടെക്നോളജി സെന്റേഴ്സ്, പുതിയ മാതിരിയുള്ള മാനേജ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പറയണ്ട ഒട്ടനവധി നൂറുകണക്കിനുള്ള സ്ഥാപനങ്ങളാണ് ഇന്ന് ഭാരതത്തില് വിവേകാനന്ദ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് നമ്മുടെ ഈ കൊച്ചു കൊടുങ്ങല്ലൂരില് 1992 വിവേകാനന്ദ സ്വാമിയുടെ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് ദീദിയമ്മ ഇതിലെ വലിയ ഘോഷയാത്ര നടക്കുന്ന സമയത്ത് ഡോക്ടർ ശ്രീധർപ്പ എന്നിട്ടുള്ള ഒരാളാണ് നമുക്ക് ഈ ഭൂമി തന്നിട്ട് ഇവിടെ വിവേകാനന്ദ കേന്ദ്രം തുടങ്ങുമെന്ന് പറഞ്ഞത്. എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷിക്കാഗോയില് 1893 മതസമ്മേളനത്തില് അന്നത്തെ ആദ്യത്തെ ദിവസത്തെ പരിപാടിയിൽ ഒടുക്കത്തെ പ്രാസംഗികനായിട്ട് വിവേകാനന്ദ സ്വാമി എണീറ്റ് നിൽക്കുന്നതും അതിനു മുമ്പുള്ളവരെല്ലാവരും ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞു. വിവേകാനന്ദ സ്വാമി മാത്രം എണീറ്റ് നിന്നത് എന്താ പറഞ്ഞേ? സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ. ആ ഒരു ഒറ്റ വാക്കുകൾ കേട്ടപ്പോ തന്നെ അവിടെ ഉള്ളവർക്കൊക്കെ നമ്മൾ ഇങ്ങനെ രസമായിട്ടുള്ള ഒരു വിളി എവിടെയും കേട്ടിട്ടില്ലല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ ലേഡീസ് ജെന്റിൽമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒന്നും തോന്നുന്നില്ല. പക്ഷെ ഈ സ്വാമി രാജകുമാരന്റെ മാതിരി ഇരിക്കുന്ന ഒരു സ്വാമി, ആ സ്വാമി വന്നിട്ട് നമ്മളെ സഹോദരി സഹോദരന്മാരെന്ന് വിളിക്കുമ്പോഴേ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ എന്തോ ഒരു ഉണർവ്. എന്താണ് ആ ഉണർവ്? കുറെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സ്വാമിയുടെ പ്രസംഗം കേൾക്കാനാണ് നമ്മൾ രാവിലെ തൊട്ട് ഇവിടെ ഇരിക്കുന്നത്. എന്താന്ന് വെച്ചാല് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വെച്ച് സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്ന സ്വാമികള്. ഈ സ്വാമി എപ്പോഴാണ് സംസാരിക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. അവസാനം വൈകുന്നേരം 4 മണിക്കാണ് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം സംസാരിച്ചത് എന്താ പറഞ്ഞത്? നമ്മളാരും മതത്തിന്റെ പേരിലും ഇതിലൊന്നും നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല. നമ്മളെല്ലാവരും ഒരമ്മയുടെ മക്കളാണ്. ഇതാണ് ഞങ്ങൾ ലോകത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഓരോ ആത്മാവിലും നല്ല അറിവും ശക്തിയും ഒക്കെ ഉണ്ട്. അതിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതാണ് ഞങ്ങളുടെ മതം പ്രഖ്യാപിക്കുന്നത്. നിങ്ങളെല്ലാവരും അത് കുറച്ച് കേൾക്കണം. എന്നിട്ട് പിന്നെ അവിടെ ഞങ്ങളുടെ സ്വാമിയുടെ നല്ല നല്ല പ്രസംഗങ്ങളൊക്കെ കേട്ട് പാശ്ചാത്യ ദേശം മുഴുവനും ഉണർന്നു മാത്രമല്ല അവർ ഭാരതത്തിനെ അഭിനന്ദിക്കാനും അനുമോദിക്കാനും അതിനൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വാമിജി ഇവിടെ വന്നതൊക്കെ. അപ്പോ സ്വാമിജിക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിയാന്ന് പറയുമ്പോൾ ആ പാറമയൊക്കെയാണ് എല്ലാവരുടെ കണ്ണും വന്നത്. പക്ഷെ സമുദ്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന പാറയെ എങ്ങനെയാ എന്തെങ്കിലും ഉണ്ടാക്കുക? ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ വിചാരിച്ചു ഞങ്ങൾക്ക് ഒന്നും പറ്റില്ല. അവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ഉണ്ടായിരുന്നു, മന്നത്ത് പത്മനാഭനായിരുന്നു പ്രസിഡന്റ്. അവർക്ക് ആർക്കും ആ പ്രോജക്റ്റിനെ ഓൾ ഇന്ത്യ ലെവലിലേക്ക് ഉയർത്താനായിട്ട് സാധിച്ചില്ല. അപ്പോഴാണ് ഏകനാഥ്ജി അവിടെ വരുന്നതും അതിന്റെ സംഘടനാ കാര്യദർശിയായിട്ട് ചുമതലയെടുക്കുന്നത്. അദ്ദേഹം അവിടെയുള്ള എല്ലാ റെക്കോർഡുകളും ഒക്കെ പരിശോധിച്ച് അവസാനം എല്ലാ വിവരങ്ങളും ഉണ്ടാക്കിയിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിനെ കൊണ്ട് ഇത് ഒരു നാഷണൽ ദേശീയ തലത്തിലുള്ള സ്മാരകമായിരിക്കണം എന്നുള്ള ഒരു പരിപാടിക്ക് രൂപം കൊടുത്തു. അങ്ങനെ അത്
ചെയ്തത് അതിന്റെ പിന്നിൽ മുഴുവൻ നിന്നത് ഏകനാഥജി റാനഡെയാണ്. അതുകൊണ്ട് വിവേകാനന്ദ ശിലാസ്മാരകത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുമ്പോഴും എല്ലാവരും ഓർക്കുന്നത് ഏകനാഥജിയെയാണ്. അപ്പൊ അങ്ങനെ ആ സ്മാരകം പണിത് കഴിഞ്ഞിട്ടോ അദ്ദേഹത്തിന് തോന്നി അതുപോരാ, ഇങ്ങനെയുള്ള കൊച്ചുമക്കൾക്ക് ധാരാളം സ്ത്രീ പുരുഷന്മാർക്കൊക്കെ നല്ല നല്ല ഐഡിയാസ് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഭാരതത്തിനെ സേവിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രം എന്നുള്ളൊരു സ്ഥാപനം തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് വിവേകാനന്ദ കേന്ദ്രത്തിന്റെ സ്ഥാപകൻ, വിവേകാനന്ദ ശിലാസ്മാരകത്തിന്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും, അങ്ങനെ എല്ലാം കൊണ്ട്. പിന്നെ അദ്ദേഹത്തിന് എന്തായിരുന്നു ഒരു ഗുണം? സ്വന്തമായിട്ട് കുടുംബമില്ല, യാതൊരു തരത്തിലുള്ള സ്വാർത്ഥ ചിന്തകളും അദ്ദേഹത്തിനില്ല. ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഒരുപാട് കൊച്ചുമക്കൾ ഇവിടെ വന്നിട്ട് സ്വാമിജിയെ പറ്റിയിട്ട് അറിയണം. അപ്പൊ അവര് വലുതാവുമ്പോ അവരുടെ ഉള്ളിൽ സ്വാമിജിയും ഇങ്ങനെ വളർന്നു വരും. ഇപ്പൊ നമ്മള് സ്വാമിയുടെ വിവേകാനന്ദന്റെ വെറുതെ ഒരു വേഷം കെട്ടിയിട്ടിരിക്കും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് വിവേകാനന്ദ സ്വാമിയുടെ ചില ഉപദേശങ്ങളും ഇതൊക്കെ സന്ദേശങ്ങളൊക്കെ പറയാൻ പഠിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അതൊക്കെ വായിക്കാൻ തുടങ്ങും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നും അയ്യോ എനിക്കും അതേമാതിരി സ്വാമിജിയുടെ മാതിരി സേവനം ചെയ്യണം, സ്വാമിജിയുടെ മാതിരി ഭാരതത്തിനെ സ്നേഹിക്കണം. അങ്ങനെ ഈ കുട്ടികളുടെ ഉള്ളിൽ തന്നെ നമ്മള് വിവേകാനന്ദ സ്വാമിയുടെ ഈ ഇൻസ്പിറേഷൻ അത് കടത്തിവിട്ടാല് അവരോടൊപ്പം വളർന്ന് അവരും കൊച്ചു വിവേകാനന്ദന്മാരായിട്ടും ഏകനാഥാനന്ദിയായിട്ടും ഒക്കെ വളരും. അതുകൊണ്ടാണ് നമ്മള് കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിരോധമില്ല. നമുക്ക് കാണാൻ കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ, 2 പേര് വന്നിട്ടില്ല.